ക്ലാസ് ഡേ 1 ഒന്നാം ദിവസത്തെ ക്ലാസ്. ആദ്യം നിങ്ങൾ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ദേവ് എന്നോ, ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ ദേവ് എന്നോ, ഗുഡ് ഈവനിങ് മിസ്റ്റർ ദേവ് എന്നോ ഏതാണ് ഉചിതം എന്നത് പ്രകാരം എന്നോട് പറയുക. ഗുഡ് മോർണിംഗ്. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞതു മുതൽ ഉച്ച 12 മണി വരെ ഗുഡ് മോർണിംഗ് എന്ന് ആശംസിക്കാം. ഉച്ച 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാം. അതിനുശേഷം രാത്രി 12 മണി വരെ ഗുഡ് ഈവനിങ് എന്ന് പറയാം. രാത്രി അവസരങ്ങളിൽ വിട പറയുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഗുഡ് നൈറ്റ് എന്ന് പറയാം. ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, മിസ്റ്റർ എന്ന വാക്കിന്റെ ഉച്ചാരണം മിസ്റ്റർ എന്നല്ല എന്ന്. മിസ്റ്റർ എന്ന വാക്കിന്റെ ഉച്ചാരണം കൃത്യമായി പറഞ്ഞു പഠിക്കുക. ഇത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. മിസ്റ്റർ. ഗുണമേന്മയുള്ള ഇംഗ്ലീഷിൽ ഔപചാരിക ബന്ധമുള്ള പുരുഷന്മാരെ സംബോധന ചെയ്യുന്നത് അവരുടെ പേരിന് മുന്നിൽ മിസ്റ്റർ എന്ന് ചേർത്തുകൊണ്ടാണ്. വിവാഹിതരായ സ്ത്രീകളുടെ പേരിന് മുന്നിൽ മിസ്സസ് എന്നും അവിവാഹിതരോ ചെറുപ്രായക്കാരോ ആയ വനിതകളുടെ പേരിന് മുന്നിൽ മിസ് എന്നുമാണ് ഔപചാരികമായി ഉപയോഗിക്കേണ്ടത്. താഴെ നൽകിയിട്ടുള്ള ചിത്രം നോക്കുക. ഐ, ഹി, ഷീ, ദേ, വി, യു എന്ന പദങ്ങളുടെ 4 വ്യത്യസ്ത പദരൂപങ്ങളാണ് ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ആദ്യം ഒന്നാം കോളത്തിലെ വാക്കുകളെ ഒന്ന് വ്യക്തമായി പരിചയപ്പെടാം. ഐ, ഞാൻ, എനിക്ക്. ഹി, അയാൾ, അയാൾക്ക്. ഷീ, അയാൾ, സ്ത്രീ, അയാൾക്ക്, സ്ത്രീ. ദേ, അവർ, അവർക്ക്. വി, ഞങ്ങൾ, ഞങ്ങൾക്ക്. യു, നിങ്ങൾ, നിങ്ങൾക്ക്. ഈ പദങ്ങൾ കൊണ്ട് വാക്യങ്ങൾ സൃഷ്ടിക്കാം. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുക, മലയാളത്തിലെ നീ, അവൻ, അവൾ തുടങ്ങിയ ഹീന പദപ്രയോഗങ്ങൾ അതാത് ഇംഗ്ലീഷ് പദങ്ങളുടെ അർത്ഥമായി നൽകിയിട്ടില്ല എന്ന്. ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ പേജിൽ കാണാം. ഈ പേജിലേക്കുള്ള ലിങ്ക് ഈ വീഡിയോയിന് കീഴിൽ നൽകിയിട്ടുണ്ട്. ഇനി ഈ വാക്യങ്ങൾ ആവർത്തിക്കുക. ഒന്നാം കോളത്തിലെ വാക്കുകളെ കൃത്യമായി ഒന്ന് പരിചയപ്പെടാനാണ് ഇത് ചെയ്യുന്നത്. വളരെ ലളിതമായി ഈ വാക്യങ്ങൾ വായിക്കുക. വാക്യരചനയെക്കുറിച്ച് ഇപ്പോൾ കാര്യമായി ചിന്തിക്കേണ്ടതില്ല. I will go with them tomorrow. ഞാൻ അവരോടൊപ്പം നാളെ പോകും. He will come here next week.
അടുത്ത ആഴ്ച അയാൾ ഇവിടെ വരും. She will stay in Australia. അയാൾ ഓസ്ട്രേലിയയിൽ താമസിക്കും. They will write to the district collector. അവർ ജില്ലാ കളക്ടർക്ക് എഴുതും. We will buy that land. ഞങ്ങൾ ആ ഭൂമി വാങ്ങിക്കും. You will find them sitting outside. അവർ പുറത്തിരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും. ഇനി കോളം 2 വാക്കുകൾ. മൈ എന്റെ, ഹിസ് അയാളുടെ, ഹർ അയാളുടെ, ദേർ അവരുടെ, അവർ ഞങ്ങളുടെ, യോ നിങ്ങളുടെ. That is my article. അത് എന്റെ ലേഖനമാണ്. This is his cousin. ഇത് അയാളുടെ കസിനാണ്. Those are her friends. അവ അയാളുടെ സുഹൃത്തുക്കളാണ്. This is their neighborhood. ഇത് അവരുടെ അയൽപക്കമാണ്. He is our relative. അയാൾ ഞങ്ങളുടെ ബന്ധുവാണ്. This is your land. ഇത് നിങ്ങളുടെ ഭൂമിയാണ്. ഇനി കോളം 3. മൈൻ എന്റേത്. ഹിസ് അയാളുടേത്. ഹേഴ്സ് അയാളുടേത്. ദേഴ്സ് അവരുടേത്. അവേഴ്സ് ഞങ്ങളുടേത്. യോസ് നിങ്ങളുടേത്. That bag over there is mine. അവിടെ അപ്പുറത്തുള്ള ആ ബാഗ് എന്റേതാണ്. That dress is his. ആ വസ്ത്രം അയാളുടേതാണ്. Those books are hers. ആ പുസ്തകങ്ങൾ അയാളുടേതാണ്. That car is theirs. ആ കാർ അവരുടേതാണ്. Those mangoes are ours. ആ മാങ്ങകൾ ഞങ്ങളുടേതാണ്. These files are yours. ഈ ഫയലുകൾ നിങ്ങളുടേതാണ്. ഇനി കോളം 4.
ഈ കോളത്തിലെ വാക്രൂപങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വാക്യാർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുക. മീ, എന്നെ, എന്നോട്, എനിക്ക്. ഹിം, അയാളെ, അയാളോട്, അയാൾക്ക്. ഹർ, അയാളെ, അയാളോട്, അയാൾക്ക്. ദം, അവരെ, അവരോട്, അവർക്ക്. അസ്, ഞങ്ങളെ, ഞങ്ങളോട്, ഞങ്ങൾക്ക്. യു, നിങ്ങളെ, നിങ്ങളോട്, നിങ്ങൾക്ക്. ഈ കോളത്തിലെ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് വാക്യങ്ങൾ സൃഷ്ടിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ ആവാം. കോമൺ കോൺവെർസേഷൻ. അടുത്തത് സാധാരണ സംഭാഷണ വാക്യങ്ങളാണ്. Why don't you tell him the truth? നിങ്ങൾ എന്തുകൊണ്ട് അയാളോട് സത്യം പറയുന്നില്ല? I waited for you till 6 o'clock. 6 മണി വരെ ഞാൻ നിങ്ങളെ കാത്തു നിന്നു. What did you tell him? നിങ്ങൾ അയാളോട് എന്തു പറഞ്ഞു? You shouldn't have told him that. നിങ്ങൾ അയാളോട് അത് പറയാൻ പാടില്ലായിരുന്നു. Why are you simply getting angry? നിങ്ങൾ എന്താണ് അഥവാ എന്തിനാണ് വെറുതെ ദേഷ്യം പിടിക്കുന്നത്? Why are you late? നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകിയത്? ലേറ്റ് എന്ന ഉച്ചാരണം ശ്രദ്ധിക്കുക, ലേറ്റ് എന്നല്ല. Can't you tell him not to call me at night? രാത്രിയിൽ എന്നെ വിളിക്കരുത് എന്ന് നിങ്ങൾക്ക് അയാളോട് പറയാൻ കഴിയില്ലേ? കോൾ എന്ന വാക്കിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, കാൾ എന്നും കോൾ എന്നും അല്ല. Yesterday was his birthday. ഇന്നലെയായിരുന്നു അയാളുടെ പിറന്നാൾ. ബർത്ത്ഡേ എന്ന പദത്തിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ബർത്ത്ഡേ എന്നല്ല. She is getting married next month. അയാൾ അടുത്ത മാസം വിവാഹിതയാവുകയാണ്. മാരീഡ് എന്ന വാക്കിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, മാരീഡ് എന്നല്ല. You should not disturb him. നിങ്ങൾ അയാളെ ശല്യപ്പെടുത്തരുത്. ഡിസ്റ്റർബ് എന്ന പദത്തിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ഡിസ്റ്റർബ് എന്നല്ല. ഇനി അടുത്തത് ഒരു ഇംഗ്ലീഷ് റൈമാണ്. Aeroplane, aeroplane up in the sky, please take me with you wherever you fly. Over the clouds, oh so high, let's meet the rainbow in the sky.
അടുത്തത് ഒരു പ്രസംഗമാണ്. ഈ പ്രസംഗത്തിന്റെ ആദ്യ വരികൾ നമുക്ക് ഇന്ന് പഠിക്കാം. ഇവ നിങ്ങൾ പ്രസംഗിക്കുന്ന ഭാവത്തിൽ തന്നെ ആവർത്തിക്കുക. The state of our nation. നമ്മുടെ രാഷ്ട്രത്തിന്റെ അവസ്ഥ. My dear friends, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, it is nice to be able to stand here and speak a few words to you. ഇവിടെ നിന്നുകൊണ്ട് ഏതാനും വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് സന്തോഷകരമായ കാര്യമാണ്. I want to speak to you about the terrible condition of our nation. It is true that our nation is developing. We are now a financially strong nation. There is enough and more foreign exchange in our coffers. നമ്മുടെ രാജ്യത്തിന്റെ ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാഷ്ട്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇന്ന് നാം ഒരു സാമ്പത്തികമായി ശക്തമായ രാഷ്ട്രമാണ്. ആവശ്യത്തിനും അതിലധികവും വിദേശ നാണ്യം നമ്മുടെ ഖജനാവുകളിലുണ്ട്. ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് നൈസ് അല്ല, ഇറ്റ് ഈസ് നൈസ്. ഇറ്റ് ഈസ് ട്രൂ അല്ല, ഇറ്റ് ഈസ് ട്രൂ. അവർ നേഷൻ ഈസ് അല്ല, അവർ നേഷൻ ഇസ്. ഇനഫ് ആൻഡ് മോർ ഒന്നിച്ചു പറയുക. ഇനഫ് ആൻഡ് മോർ. Now listen to the audio. ശബ്ദരേഖ കേൾക്കുക. The state of our nation. My dear friends, it is nice to be able to stand here and speak a few words to you. I want to speak to you about the terrible condition of our nation. It is true that our nation is developing. We are now a financially strong nation. There is enough and more foreign exchange in our coffers.